പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേയധികം ഭാരതീയ പൈതൃകത്തെ ആധാരമാക്കിയുള്ള പൊതുപ്രഭാഷണങ്ങളും വിഷയാടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അഭിനന്ദനത്തിൻ്റെയും ഇടയ്ക്കെങ്കിലും വിമർശനത്തിൻ്റെയും വരികൾ യൂട്യൂബിലെ പ്രഭാഷണത്തെ ആധാരമാക്കിയിട്ട് വരാറുണ്ട്. ഓരോ പ്രാവശ്യത്തെ പ്രഭാഷണത്തിലും അല്ലെങ്കിൽ ക്ലാസ്സിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനുള്ള മറുപടിയും കൊടുക്കാറുണ്ട്. പക്ഷെ ധാരാളം മുസ്ലിം യുവാക്കൾ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്, യൂട്യൂബിലൂടെ സക്കീർ നായിക്കിന് മറുപടി കൊടുക്കുന്നതിന് പകരം നേരിട്ട് അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൂടെ എന്ന്. ആ ചോദ്യം വളരെ തന്മയത്വത്തോടുകൂടി ചോദിക്കുന്ന മുസ്ലിങ്ങളുമുണ്ട്, വികാരനിർഭരമായിട്ട് ചോദിക്കുന്നവരുമുണ്ട്, ഭീഷണിയുടെ സ്വരത്തിൽ കമൻ്റ് പറയുന്നവരുമായ മുസ്ലിം യുവാക്കളാണെന്ന് തോന്നുന്നു. എനിക്ക് ഇമെയിൽ അയക്കാറുണ്ട്, യൂട്യൂബിൽ അവരുടെ അഭിപ്രായങ്ങൾ ഇതേപോലെയുള്ളത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതിന് ഞാൻ വളരെ വ്യക്തമായ മറുപടി നേരത്തെ കൊടുക്കുകയുണ്ടായി. സക്കീർ നായിക്കിന് ലോകത്തിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും എങ്ങനെ വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ദർശനങ്ങളിൽ അല്ലാഹുവുണ്ട്, വേദത്തിൽ അല്ലാഹുവുണ്ട്, കൽക്കി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്, ഭാഗവത പുരാണത്തിലെ കൃഷ്ണൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തി മുഹമ്മദ് നബിയുടെ ചേട്ടനാണ് എന്നെല്ലാം തോന്നിയ മാതിരി ഒരാൾ അവനവൻ്റെ നാവിന് വഴങ്ങുന്ന വിധത്തിലൊക്കെ പറയുന്നതിന് മറുപടി കൊടുക്കാൻ പോയാൽ അതെന്തായി തീരും? ഒരു കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം. ഒരു പോലീസുകാരന് കള്ളൻ്റെ പുറകെ മാത്രമേ ഓടാൻ സമയം കിട്ടുള്ളൂ. എനിക്കൊരു പോലീസുകാരനാവാൻ ആഗ്രഹമില്ല, ഞാനൊരു പോലീസുകാരനുമല്ല. മറിച്ച് കള്ളൻ്റെ ഉപദ്രവം പൊതുജനങ്ങൾക്ക് ഉണ്ടാവാത്ത വിധത്തിൽ പൊതുജനങ്ങളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ റോള് മാത്രമേ എനിക്കുള്ളൂ. കള്ളനെ പിടിക്കുകയോ അയാളെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയോ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകിൽ കമൻ്റ് പറയാൻ നിൽക്കുകയോ ചെയ്യുന്നത് എൻ്റെ ജോലിയല്ല. മാത്രമല്ല, നമ്മുടെ ഉപനിഷത്തുക്കളോ ദർശനങ്ങളോ ഗ്രന്ഥങ്ങളുടെയോ പേര് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത ഒരാൾ ഈ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിങ്ങളെ പറ്റിക്കാനും കുറച്ച് ഹിന്ദുക്കളെ പറ്റിക്കാനും ചെയ്തു കൂട്ടുന്നതിൻ്റെ പുറകിൽ ഞാൻ ഉത്തരം കൊടുത്തുകൊണ്ട് പോയാൽ എന്താ എൻ്റെ ദൗത്യം എന്നുള്ളതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കേണ്ടി വരും. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകം, ഭാരതത്തിൻ്റെ മഹത്വം, സാംസ്കാരിക മൂല്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്കിത് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്നുവോ അതുപോലെയോ അല്ലാതെയോ ഏത് മുസ്ലിമിനും, സക്കീർ നായിക്കിനും, ഏത് പെന്തക്കോസ്തുകാരനും, ഏത് ബിഷപ്പിനും അയാൾക്ക് ഇഷ്ടം പോലെ അയാളുടെ വായിൽ തോന്നുന്നത് പറഞ്ഞു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ എന്തിനാ ഹനിക്കാൻ പോകുന്നത്? എൻ്റെ മുമ്പിൽ ഇവരെല്ലാം പറയുന്നത് തെറ്റിദ്ധാരണാജനകമാണെങ്കിൽ കേൾക്കുന്നവർ അവരെ കാര്യങ്ങൾ അറിയിക്കൽ മാത്രമേ ഉള്ളൂ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, വേദത്തിൽ ഇന്ന വരിയിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി പറഞ്ഞു, വേദത്തിലുള്ള 2 അക്ഷരങ്ങളുള്ള വാക്കുകൾ മാറ്റി അതിൽ അള്ളാഹ് ചേർത്തിട്ടാണ് സക്കീർ നായിക്ക് പറയുന്നത്. ഞാൻ ഏതെങ്കിലും കൂട്ടിയതാൽ അയാൾ സാമവേദത്തിൽ അല്ലാഹു ഉണ്ടെന്ന് പറയും.
അതിന് ഞാൻ ഉത്തരം കൊടുത്താൽ അഥർവവേദത്തിലുണ്ടെന്ന് പറയും. അതിന് ഞാൻ ഉത്തരം കൊടുത്താൽ ഭഗവത്ഗീത മുഴുവനും അള്ളാഹുവിനെ കുറിച്ചാണെന്ന് പറയും. ഇതിനെല്ലാം ഉത്തരം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? മാത്രമല്ല, വേദത്തിൽ അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ അറബികൾക്ക് വേണ്ടി എഴുതിയ ഖുർആൻ വായിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളെല്ലാവരും എന്നെനിക്ക് മുസ്ലിങ്ങളോട് ചോദിക്കണമെന്നുണ്ട്. ആ പ്രാകൃതരായ അറബികൾക്ക് 1300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്ത ആ സന്ദേശം, അതും അതുപോലെ അള്ളാഹുവിനെയും നബിയെയും കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ വേദം വായിച്ചാൽ പോരെ? വേദമല്ലേ പവിത്രമായിട്ടുള്ളത്? അതിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കൊട്ടേഷൻ വരാറുണ്ട്. രണ്ടുത്തരം അതിന് പറയാനുള്ളത്. ഭവിഷ്യപുരാണത്തില് ഇത് ഒരു 10-20 വരി അക്ബറെ കുറിച്ചും മുഗളന്മാരെ കുറിച്ചും കൽക്കട്ടയെ കുറിച്ചും ഡൽഹിയെ കുറിച്ചും ഗരുഡന്മാരെ കുറിച്ചും എല്ലാം എഴുതി ചേർത്തത് ഔറംഗസീബിന്റെ 100 കണക്കിന് മക്കളില് അയാൾക്ക് എത്രയാ ഭാര്യ എന്നുള്ളത് ദൈവത്തിന് പോലും അറിഞ്ഞൂടാ, അള്ളാഹുവിന് പോലും അറിഞ്ഞൂടാ. ആ ഭാര്യമാരിലൊക്കെ ഉള്ള മക്കളിൽ ഒരു മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് വേദം പഠിച്ച ബ്രാഹ്മണൻ ഇസ്ലാമായിട്ട് കൺവെർട്ട് ചെയ്തതിന് ശേഷം വാമന ശാസ്ത്രി. അയാളാണ് ഈ ഭവിഷ്യപുരാണം തിരുത്തി അതില് മഹാമത ഇധിഖ്യാത മ്ലേച്ഛവംശ കുലോത്ഭവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മുഹമ്മദിനെയും അതുപോലെ മ്ലേച്ഛ വംശക്കാരെയും മ്ലേച്ഛന്മാരെന്നാ വിളിച്ചിരിക്കുന്നത്. അതിൽ സക്കീർ നായിക്ക് അഭിമാനം കൊള്ളുന്നതിലാണ് എനിക്ക് ദുഃഖം തോന്നുന്നത്. മ്ലേച്ഛന്മാരെന്ന് വെച്ചാൽ നീചന്മാര്, നിന്ദ്യന്മാര്, മ്ലേച്ഛ വർഗം എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പോലും പറ്റാത്തവര് ഈ ഭവിഷ്യപുരാണത്തില് മ്ലേച്ഛ വംശ കുലോത്ഭവ മഹാമത ഇധിഖ്യാത എന്ന ഈ വാമനശാസ്ത്രി ഇല്ലാത്തത് എഴുതി ചേർത്തതിൽ അഭിമാനിക്കുമ്പോൾ സ്വന്തം ഗുരു മ്ലേച്ഛനാണെന്ന് അംഗീകരിക്കാൻ ഈ മുസ്ലിങ്ങൾക്ക് വിഷമം തോന്നണില്ലേ എന്ന് ഞാൻ വിചാരിക്കാം. പിന്നെ മുഹമ്മദ് നബിയെ കുറിച്ച് അല്ല പറയുന്നത്. പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഭോജരാജാവിന്റെ സന്നിധിയിൽ വന്നു. അയാൾ മതപരിവർത്തനത്തിന് വന്നതായത് കാരണം ഭോജരാജാവ് അയാളെ ശിരച്ഛേദനം ചെയ്തു കൊന്നു. അതിലും ഇവർ അഭിമാനിക്കുകയാണോ? എനിക്ക് അറിഞ്ഞൂടാ. എന്താന്നുള്ള അർത്ഥം പോലും അറിയാതെയായി ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ കൽക്കി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണെന്ന് 4 കൈകളോടുകൂടി മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ ദമ്പതികൾക്ക് ജനിച്ച വ്യക്തിയാണ്. കഥാപുരുഷനാണ്, ചരിത്രപുരുഷനല്ല ഈ കൽക്കി എന്ന് പറയുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചത് സിംഹള ദേശത്ത് നിന്നാണെന്നും ഭവിഷ്യപുരാണം പറയുന്നു. അപ്പൊ ഈ 4 കൈകളോടുകൂടി ബ്രാഹ്മണ ദമ്പതിമാർക്കാണോ ഈ മുഹമ്മദ് നബി ജനിച്ചത്? ഇതെല്ലാം അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം വിവരിക്കുന്നത് അവനവന്റെ തട്ടിപ്പിന്റെ ലക്ഷണമല്ലേ? ഇതിന് ഞാൻ ഉത്തരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി അഥവാ ഭവിഷ്യപുരാണത്തില് പറയുന്നത് മുഹമ്മദ് നബി ആണെങ്കിൽ എന്നാൽ ഭവിഷ്യപുരാണം വായിച്ചാൽ പോരെ? എന്തിനാ ഈ ഖുർആൻ വായിക്കാൻ പോണേ? ഭവിഷ്യപുരാണമല്ലേ ആദ്യമായിട്ട് മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നേ. കൽക്കി അവതാരം മുഹമ്മദ് നബിയാണെങ്കിൽ എന്നാൽ കൽക്കിയെ പൂജിച്ചാൽ പോരെ? നല്ല അസലായിട്ട് കൽക്കിയുടെ വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചാൽ പോരെ? എന്തിനാ അറബിയിലുള്ള ഒരാളെ പൂജിക്കാൻ പോണത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നില്ലേ? അങ്ങനെ ഭഗവത്ഗീതയിൽ പറയുന്ന ഏകദൈവ വിശ്വാസം, ഹിന്ദു എന്നും ഏകദൈവ വിശ്വാസിയായിരുന്നു. നിങ്ങൾ നോക്കുക, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നാരായണ ഗുരുദേവൻ പറഞ്ഞു. ഒരു ദൈവം എന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ തന്നെ ശിവന്റെ പ്രതിഷ്ഠ നടത്തി, ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തി, മുരുകന്റെ പ്രതിഷ്ഠ നടത്തി, തിരുപ്പതീശ്വരന്റെ പ്രതിഷ്ഠ നടത്തി, കൃഷ്ണന്റെ പ്രതിഷ്ഠ നടത്തി, വിളക്ക് പ്രതിഷ്ഠ നടത്തി, ഓംകാര പ്രതിഷ്ഠ നടത്തി. എന്താ ഇതിന്റെ അർത്ഥം? ശിവനും പാർവതിയും സരസ്വതിയും ലക്ഷ്മിയും ഗണേശനും മുരുകനും സുബ്രഹ്മണ്യനും തിരുപ്പതീശ്വരനും എല്ലാം ഒരു പോയിന്റിലേക്ക് എത്താനുള്ള വിവിധ വഴികളാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. തിരുവനന്തപുരത്തെ തമ്പാനൂര് എന്ന് പറയുന്ന സ്ഥലം ഒരു സ്ഥലം, തമ്പാനൂര് ഒന്നേ ഉള്ളൂ. പക്ഷെ തമ്പാനൂരിലേക്ക് വരാനുള്ള വഴികൾ അനവധിയാണ്. അത് കന്യാകുമാരിയിൽ നിന്ന് വരുന്നത് വേറെ വഴിയാണ്, ചെങ്കോട്ടയിൽ നിന്ന് വരുന്നത് വേറെ, കോട്ടയത്ത് നിന്ന് വരുന്നത് വഴി വേറെ, ആലപ്പുഴയിൽ നിന്ന് വരുന്ന വഴി വേറെ, ശംഖുമുഖത്ത് നിന്ന് വരുന്ന വഴി വേറെ, കോവളത്ത് നിന്ന് വരുന്ന വഴി വേറെയാണ്. പക്ഷെ തമ്പാനൂർ ഒന്നേ ഉള്ളൂ. ഈ ഏകദൈവ വിശ്വാസമാണ് ഹിന്ദുക്കളുടെ എന്നുള്ളത് കൊണ്ട് ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് തലയ്ക്ക് സുഖമില്ലാത്ത മാതിരി സക്കീർ നായിക്ക് പറഞ്ഞതിനൊക്കെ ഉത്തരം കൊടുത്തുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തമാശയായിട്ട് തോന്നുന്നു. തെറ്റായിട്ടുള്ള ഒരു കമ്പാരിസണാണ് ഞാൻ നടത്തുന്നത്. പണ്ട് കേട്ടിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു ഒരു മാനസിക രോഗാശുപത്രിയിലേക്ക് പോയി അത്രേ.
അവിടെ ചെന്ന് ഒരു മാനസിക രോഗിയോട് സംസാരിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് കൈയൊക്കെ കൂപ്പി നെഹ്റുവിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പം നെഹ്റു പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, എൻ്റെ പേര് ജവഹർലാൽ നെഹ്റു ആണെന്ന്. അപ്പം മാനസിക രോഗി പറഞ്ഞു, ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ പേര് നെഹ്റു ആണ്, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അത് പറഞ്ഞതിനാണ് എന്നെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് എന്ന് നെഹ്റുവിനോട് പറഞ്ഞു അത്രേ. യഥാർത്ഥത്തിൽ മാനസിക രോഗിയുടെ നിലയിൽ ഇരുന്നു കൊണ്ട് സക്കീർ നായിക്കും അയാളുടെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള പലരും സംസാരിച്ചാൽ അവരെയൊക്കെ തിരുത്താനായിട്ട് ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ദൗത്യം ചെയ്യാൻ സാധിക്കുമോ? മാത്രമല്ല ഇദ്ദേഹത്തിനെ ഇതെല്ലാം കൺവിൻസ് ചെയ്യിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ? അങ്ങേര് പാവപ്പെട്ട മുസ്ലിങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ട് മ്ലേച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ, കൽക്കി എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ, ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞത് തന്നെ ചിരിക്കാൻ പാകത്തിനുള്ള ശബ്ദ തെറ്റോടുകൂടിയാണ്. അതിൽ ചാന്തോക്യോപനിഷത്ത് എന്നൊക്കെ അങ്ങേര് പറഞ്ഞത് എന്ത് വികൃതമായിട്ടാ. ഒരു അങ്ങേര് കോട്ട് ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത ആള് തകഴി എഴുതിയ ചെമ്മീനിലെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തകഴിയുടെ വീട്ടുകാരൊക്കെ മുസ്ലിങ്ങളാവണം. മലയാറ്റൂർ എഴുതിയ പുസ്തകത്തിനകത്ത് ഖുറാനെ കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വീട്ടുകാരൊക്കെ മുസ്ലിങ്ങളാവണം എന്നൊക്കെ പറയുന്ന മാതിരിയാ. ഇത്രയും പമ്പര വിഡ്ഢിത്തം പറയുന്ന അയാളെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചിട്ട് ഈ ജവഹർലാൽ നെഹ്റു മാനസിക രോഗിയോട് സംസാരിച്ചപ്പോൾ അയാൾ ഇങ്ങനെ തിരിച്ച് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു. പക്ഷേ ജവഹർലാൽ നെഹ്റു ആ മാനസിക രോഗിയെ നീ രോഗിയാണ് എന്ന് കൺവിൻസ് ചെയ്യിക്കാനൊന്നും നിന്നില്ല. വേണമെങ്കിൽ നെഹ്റുവിന് പറയായിരുന്നു, നിനക്ക് മാനസികമായിട്ട് പ്രോബ്ലം ഉണ്ട്, എനിക്ക് മാനസികമായിട്ട് പ്രോബ്ലം ഇല്ല എന്ന് നെഹ്റുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. കാരണം എന്താ? രോഗികളെ മാനസിക രോഗികളാണെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ വിഷമാണ്. ഇദ്ദേഹം മാനസിക രോഗിയല്ല, പക്ഷെ ഒന്നും അറിയാത്തവരെ പറ്റിക്കുന്ന വിധത്തിൽ വിവരിച്ച് ഒരു മാനസിക രോഗിയുടെ ക്രേസിനെസ് കാണിക്കുന്ന ആള്. അതിന് ഞാൻ എന്തിനാ ഉത്തരം കൊടുക്കാൻ പോകുന്നത്? കോഴിക്കോട് ചിദാനന്ദപുരിയുമായിട്ടൊരു സംവാദം നടന്നു. അതില് ഈ സക്കീർ നായിക്കിനെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചു ചിദാനന്ദപുരി സ്വാമി. പക്ഷെ അതിലൊന്നും യൂട്യൂബ് അപ്ലോഡ് ചെയ്തില്ല. ഇനി ഇയാൾ തോറ്റ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പല്ലേ? പിന്നെ വഴിയെ കൂടെ പോകുന്ന കാവി ഉടുത്ത ഹെഡ്ലോഡ് വർക്കേഴ്സിനെ പോലെയുള്ള സ്വാമിമാരെ വിളിച്ച് ഇയാൾ സംവാദം നടത്തും. അവരാണെങ്കിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് ശങ്കരാചാര്യ പറഞ്ഞ മാതിരി ഒന്നും അറിയാത്തവരാ. അയാൾക്കൊരു 2000-5000 രൂപ കൊടുത്താൽ അവർ ഏത് സംവാദത്തിനും വരും. എന്നിട്ട് ആ സ്വാമി ബബ്ബെ പറയുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് സക്കീർ നായിക്ക് ജയിച്ചു എന്ന് പറയും. ഇത് മറ്റൊരു തരത്തിലുള്ള മാനസിക രോഗ. നമുക്കെങ്ങനെ ചികിത്സിക്കാൻ സാധിക്കുക? ഇനി അതിന് വഴിയുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ വഴിയില്ല. മാത്രമല്ല ഏത് സംവാദത്തിലും സക്കീർ നായിക്ക് തോൽക്കുകയാണെങ്കിൽ തോൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യുക, വളരെ വിചിത്രമായ രീതിയിൽ. പിന്നെ അങ്ങേര് കുറേ പ്രഭാഷണം നടത്തുമ്പോൾ വളരെ രസകരമാണ്. സദസ്സിനോട് കൂടി വീഡിയോ എടുക്കുമ്പോൾ വളരെ അകലെന്നേ എടുക്കുള്ളൂ. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കുതിരപ്പന്തയം വെക്കുമ്പോൾ ഏറ്റവും അടുത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ കുതിര നടക്കുകയായിരിക്കും. ഏറ്റവും അകലെ നിന്ന് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ അത് മമ്മൂട്ടി ആയിരിക്കില്ല കുതിരപ്പുറത്തിരിക്കുന്നത്, വേറെ ഏതെങ്കിലും ജോക്കി ആയിരിക്കും ഇരിക്കുക. അവര് കുതിര ഓടിക്കുന്നത് മമ്മൂട്ടിയുടെ ഡ്രസ്സ് ഇട്ട് മമ്മൂട്ടിയാണെന്ന് കാണിപ്പിക്കല. ഇതേ മണ്ടത്തരാണ് ഈ മുസ്ലിങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്, വീഡിയോ കാണുന്നവര്. അത് സക്കീർ നായിക്കിന്റെ വീഡിയോയെ ആവില്ല, സദസ്സോടുകൂടി വീഡിയോ എടുക്കുമ്പോൾ. സദസ്സല്ലാതെ വീഡിയോ ഇങ്ങനെ കൺവേർജ് ചെയ്ത് വരുമ്പോൾ അത് സക്കീർ നായിക്കിന്റെ വേറെ എവിടെയെങ്കിലും കൊടുത്ത പ്രഭാഷണമായിരിക്കും. മാത്രമല്ല അത്ഭുതകരമായ ചതി എന്ന് പറയുന്നത്, കള്ളത്തരം എന്ന് പറയുന്നത് പലപ്പോഴും മുസ്ലിങ്ങൾ തന്നെയാ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുസ്ലിമിന്റെ പേര് രാജശേഖരനോ ശിവകുമാറിനോ ശിവശങ്കരനോ ആക്കും. ഇത് പാവപ്പെട്ടവർക്ക് അറിയാമോ? അവർക്ക് അറിഞ്ഞൂടാ. ഇത് പട്ട മുസ്ലിമാണ് ചോദ്യം ചോദിക്കുന്നത്. അവന്റെ പേര് മാറ്റിയിട്ട് അവനെ ഹിന്ദു ചോദ്യം ചോദിക്കുന്നു എന്ന രീതിയിൽ വരുത്തുക. എന്തിനാ ഇങ്ങനെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞതിൻ്റെ നേരെ എതിര് ചെയ്യുന്ന ഇവർ ഏത് നരകത്തിലാ പോവുക? കള്ളത്തരത്തിലൂടെ മാത്രം
ഒരു മതം പ്രചരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ ചോദ്യങ്ങൾക്കും കമന്റുകൾക്കും ഞാൻ എന്തിനാ ഉത്തരം പറയാൻ പോകുന്നത്? എനിക്ക് വേറെ എത്രയോ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? ഈ മലപ്പുറത്തും കോഴിക്കോടും 8ഉം 10ഉം 15ഉം മുസ്ലിങ്ങളെ നമ്പൂതിരിമാരുടെ വേഷം കെട്ടിക്കുക. നമ്പൂതിരിമാരുടെ വേഷം കെട്ടിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ഒരു മുണ്ട് കൊടുക്കണം, ഒരു ഷർട്ട് കൊടുക്കണം, നെറ്റിയിൽ ഭസ്മം, ചന്ദനോ കുങ്കുമോ, ചെവിയിൽ ഒരു തുളസിയോ വെച്ചാൽ ഏത് മുസ്ലിമും അത് നമ്പൂതിരിയായി മാറും. ആ നമ്പൂതിരിമാരുടെ അടുത്ത് ഇയാൾ കുറേ വിവരിക്കുന്നത് വീഡിയോയിൽ കാണിക്കും. എന്നിട്ട് ഈ മുസ്ലിങ്ങളായ നമ്പൂതിരിയുടെ വേഷം കെട്ടിയ മുസ്ലിങ്ങളെ അവർ ഈ സക്കീർ നായിക്കിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. സക്കീർ നായിക്ക് അഭിമാനത്തോടു കൂടി ഈ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അവരോട് ഉത്തരം കൊടുക്കും. ഈ മുസ്ലിങ്ങൾ നമ്പൂതിരി വേഷം കെട്ടിയവരുടെ മുഖത്തൊരു മ്ലാനത വരും. എന്നിട്ട് അവർ പറയും, ഇത്രയും കാലം ഞങ്ങൾ വേദം പഠിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല, ഇപ്പോഴാ വേദം മനസ്സിലായത്. ഇപ്പോഴാ വേദം മനസ്സിലായെങ്കിൽ വേദത്തിലല്ലേ അവർ നിൽക്കേണ്ടത്? ഇപ്പൊ വേദം മനസ്സിലായെങ്കിൽ വേദത്തിന്റെ അനുശാസകരാവുന്നതിന് പകരം ഇപ്പൊ തൻ്റെ കൂടെ വരാന്ന് പറയുന്നത് എന്തൊരു അബദ്ധാണ്. എനിക്ക് വേദത്തിന്റെ മഹത്വം ഇപ്പോൾ സക്കീർ നായിക്ക് പറഞ്ഞു തന്നു. ഇനി ഞാൻ വേദം നല്ലോണം പഠിക്കുമെന്ന് പറയുന്നതിന് പകരം ഇനി ഞാൻ ഇസ്ലാം ആവുന്നു എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധല്ലേ, വൈരുദ്ധ്യല്ലേ അത്? എന്നിട്ട് ഈ സക്കീർ നായിക്ക് ഈ മുസ്ലിങ്ങളെ നമ്പൂതിരിമാരായിട്ട് വേഷം കെട്ടിയവരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇപ്പൊ കാണുന്നവരൊക്കെ വികാര തിമർപ്പിൽ കണ്ടില്ലേ സക്കീർ നായിക്ക് ഇസ്ലാം മതത്തിന് വേണ്ടി ചെയ്യുന്നത്? ഞാൻ മുസ്ലിങ്ങളോട് ചോദിക്കാൻ, ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും നിങ്ങൾ എന്തിനാ കൂട്ടു നിൽക്കുന്നത്? നിങ്ങളുടെ പ്രവാചകൻ നല്ലതാ പറയുന്നത് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ വിശുദ്ധ മാസവും പുണ്യമാസവും ബക്രീദ് നിങ്ങൾ ആചരിക്കുന്നത് പുണ്യകർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ, പ്രവാചകൻ ഇടയ്ക്കെങ്കിലും ഖുറാനിൽ പറയാതിരിക്കില്ല. ഞാൻ ഖുറാനിലെ എക്സ്പെർട്ടൊന്നുമല്ല, അത് പഠിക്കാൻ എനിക്കൊട്ട് ആഗ്രഹവും ഇല്ല. ഞാൻ ഖുറാനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല, പഠിക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ഞാൻ ഖുറാനെ കുറിച്ച് ചില കമന്റുകൾ പറയാറുണ്ട്. അതെന്താ? AD 995 മുതൽക്ക് ഗസ്നി ഭാരതത്തിലേക്ക് ആക്രമിച്ച് കയറിയത് മുതൽക്ക് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഭാരതം ഭരിച്ചിരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറഞ്ഞതും ചെയ്തതും എല്ലാം ചേർത്ത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്നാണ് പുസ്തകത്തിന്റെ പേര്. 8-10 എഡീഷനായി അത് UGC ഭാരതത്തിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC അപ്രൂവ് ചെയ്ത പുസ്തകത്തിലെ കൊട്ടേഷനുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എഴുതിയ കൊട്ടേഷനല്ല, എൻ്റേതായിട്ടുള്ളതല്ല. അതിലെ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ചിന്തകനോ ആ പുസ്തകത്തിലെ ഒരു വരിയെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല, അതിനെ തിരസ്കരിച്ചിട്ടുമില്ല, നിരാകരിച്ചിട്ടുമില്ല. അതിലെ വരികളാണ് അവര് ഖുറാനിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്ന വരികളാണ് ഞാൻ കൊട്ടേഷൻ എടുക്കുന്നത്. അല്ലാണ്ട് ഖുറാൻ മുഴുവനും പഠിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും മഹാഭാരതവും 10 ജന്മം പഠിച്ചാലും തീരാത്തത് ഇവിടെ ഉള്ളപ്പോ അറബികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകം ഞാൻ എന്തിനാ വായിക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകം അംഗീകരിച്ച പുസ്തകം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു, നാസയിൽ വേദമന്ത്രം ചൊല്ലുന്നു, അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഖുറാൻ വായിച്ചിട്ടല്ല, വേദം വായിച്ചിട്ടാ. യുനെസ്കോ വേദത്തെ ലോക പൈതൃകമാക്കിയിരിക്കുന്നു, ഖുറാനെയും ബൈബിളിനെയും ലോക പൈതൃകമാക്കിയിട്ടില്ല. അങ്ങനെ ലോകം മുഴുവനും അംഗീകരിക്കുന്ന നമ്മുടെ സനാതനധർമ്മ ഗ്രന്ഥങ്ങൾ അത് പഠിച്ചാൽ പോരെ? എനിക്ക് ഈ സനാതനധർമ്മം പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന മാതിരി ഓരോരുത്തർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത കള്ളത്തരത്തിലൂടെ ഖുറാനില് മഹാവിഷ്ണുവിനെ കുറിച്ച് പറയുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളാവണം എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ ഇറങ്ങാറില്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബി ശിവനെ ആരാധിച്ചിരുന്നു, അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അനുശാസകരെല്ലാം ഹിന്ദുക്കളാവണം എന്ന് പറഞ്ഞ് ഹിന്ദുക്കള് മെമ്പർഷിപ്പ് കൂട്ടാറില്ല മതത്തിന്റെ. അതിൽ അഭിമാനിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ. എന്നാൽ മറിച്ച് പറയാറുമുണ്ട്, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അപ്പുറത്തേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയാറുമുണ്ട്. അത് ജീവിതാവസാനം വരെ പറയുകയും ചെയ്യും. ഈ കള്ളത്തരത്തിനൊക്കെ ഉത്തരം പറയണം ഞാൻ എന്ന് പറയുന്നത് എന്തൊരു അബദ്ധ! ഇതിന് എല്ലാവർക്കും വേണ്ടി തരുന്ന എക്സ്പ്ലനേഷൻ അല്ല. ചില തീവ്ര മുസ്ലിം യുവാക്കള് മുറിക്കകത്തിരുന്ന് അടച്ചിരുന്ന് നിങ്ങൾ സക്കീർ നായിക്കിന്
മറുപടി കൊടുക്കുന്നതിന് പകരം പുറത്ത് വന്ന് വെല്ലുവിളിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ ഇതുമാതിരിയുള്ള ഓരോ പേക്കൂത്തുകൾ പറയുമ്പോൾ അങ്ങേരുടെ ജീവിതാവസാനം വരെ അങ്ങേർക്ക് പറയാം, രാമായണത്തില് രാമേശ്വരത്തില് ശ്രീരാമൻ സ്ഥാപിച്ചത് അവിടെ അകത്തുള്ള കല്ല് മാതിരിയുള്ളതാണ്, അതുകൊണ്ട് ശ്രീരാമൻ മുസ്ലിം ആയിരുന്നു. ത്രേതായുഗത്തിലെ ശ്രീരാമൻ 1300 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി പ്രതിഷ്ഠിച്ച ആ കാബയിലെ കല്ല് അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണോ വേറെ ആരെങ്കിലും പ്രതിഷ്ഠിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുഹമ്മദ് നബിക്ക് മുമ്പും അത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, യൂട്യൂബില് അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാമൻ കല്ല് പ്രതിഷ്ഠിച്ചത് കൊണ്ട് കാബയ്ക്കകത്ത് കല്ലായതുകൊണ്ട് രാമൻ മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ? എന്നെ കൊണ്ട് പറ്റുമോ ഇത്? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പറയുന്നവനെ എന്തു വേണമെങ്കിലും പറയാം. അതിനൊക്കെ ഖണ്ഡിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ നമ്മൾ മാനസിക രോഗിയെ പോലെ എൻ്റെ ജോലി ഇയാളുടെ കാര്യം മാത്രം നോക്കല. മഹാസാഗരം മാതിരി ഭാരതീയ പൈതൃകം ഇരിക്കുമ്പോൾ ഒരാൾ കിടന്ന് പലതും ഇങ്ങനെ പറയാം. പിന്നെ വേറൊന്നുകൂടി ഉണ്ട്. ഈ സക്കീർ നായിക്ക് വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം മുസ്ലിങ്ങളുടെ ഐക്യം, അമേരിക്കക്കെതിരെ കുറേ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പൊ അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ ആ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളുടെ ജോലിയാ. അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇയാളുടെ പ്രഭാഷണം കേൾക്കും. എന്നിട്ട് ഇയാള് ഓരോന്ന് പറയുന്നത് കേട്ട് അവർ സന്തോഷിക്കും. എന്ത് അല്പന്മാരാന്ന് നോക്കുക. അവനവന്റെ മതത്തെ മറ്റുള്ളവർ അവനവന്റെ മതാനുയായികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഹിന്ദു മതത്തിന്റെ കൊട്ടേഷൻ വേണമെന്ന് പറഞ്ഞത് അല്പത്തരല്ലേ അത്? എൻ്റെ അമ്മ ഗ്രേറ്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പറഞ്ഞത് ഞാൻ കൊട്ടേഷനായിട്ട് എടുത്താൽ എങ്ങനെയിരിക്കും? അപ്പൊ മുഹമ്മദ് നബിയും ഖുറാനും മക്കയും അതിനകത്തുള്ള സാധനവുമെല്ലാം മഹത്തരമാണെന്ന് വേദത്തിലും ഭഗവത്ഗീതയിലും ഭവിഷ്യപുരാണത്തിലും പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്ന് മുസ്ലിങ്ങളോട് സംവാദത്തിലൂടെയോ അല്ലാതെയോ സക്കീർ നായിക്ക് പറയുകയാണെങ്കിൽ അവനവന്റെ പ്രോപ്പർട്ടി ചീപ്പാണ്, മറ്റുള്ളവർ നല്ലത് പറയുന്നത് കൊണ്ടാണ് ഇത് ഗ്രേറ്റ് എന്നല്ലേ അർത്ഥം വരിക? അതുപോലും തിരിച്ചറിയാൻ ഈ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ആലോചിച്ചൊക്കെ എൻ്റെ അമ്മ ഗ്രേറ്റ് ആണെന്ന് അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു, അത് കാരണം എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നതാണോ എൻ്റെ അമ്മ ഗ്രേറ്റ് ആണെന്ന് എനിക്കറിയാം? അതിന് ഒരാളുടെ സപ്പോർട്ടും വേണ്ട. അല്ലാഹു ഗ്രേറ്റ് ആണ്, പ്രവാചകൻ ഗ്രേറ്റ് ആണ്. അത് കൽക്കി അവതാരമാണെങ്കിലും വിരോധമില്ല, ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിരോധമില്ല, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിരോധമില്ല, വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിരോധമില്ല. അതിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മതം ഗ്രേറ്റ് ആണ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവര് വെല്ലുവിളിക്കാൻ ഇറങ്ങുന്നത് എന്തിനാന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇനി ഇവർക്കൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുകയാണെങ്കിൽ അങ്ങേർക്ക് ഇപ്പൊ പലരും കൊടുക്കുന്ന പേര് എൻ്റെ തലയിൽ വരും. എനിക്കതിന് ഉദ്ദേശമില്ല. മാത്രമല്ല ഈ മതപരിവർത്തനം മുസ്ലിങ്ങളെ വേഷം കെട്ടിച്ചിട്ട് അതുപോലെ വേദത്തിന്റെ വ്യാഖ്യാനം തന്നെ ആരും തിരിച്ചു പറയില്ല. ഒരു കാര്യം ഉറപ്പാ, ഹിന്ദുക്കളിലെ ഒരു പണ്ഡിതനും വേദത്തെക്കുറിച്ചോ പുരാണത്തെക്കുറിച്ചോ ഉപനിഷത്തിനെ കുറിച്ചോ ഭഗവത്ഗീതയെ കുറിച്ചോ ലോകത്തിൽ ആര് വിമർശിച്ചാലും അതിന് മറുപടി പറയാൻ പോവില്ല. കാരണം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കലും ജയിക്കലും അല്ല നമ്മുടെ ജോലി, അറിയലും അറിയിക്കലും മാത്രം. വേദമന്ത്രം പറയുന്നത് ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക, അതിനുത്തരം പറയും. അല്ലാതെ വാദിക്കാനും ജയിക്കാനും പോയിട്ട് ഹിന്ദുമതം ലോകത്തിന്റെ മഹത്തരമായ മതമാണെന്ന് സ്ഥാപിക്കാൻ ഏതെങ്കിലും ഒരു സന്യാസിയോ ഹിന്ദുവോ വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറയും. പിന്നെ സക്കീർ നായിക്കിന്റെ കൂട്ടത്തിൽ വാദിക്കാനും സംവദിക്കാനും വരുന്നത് 10,000 രൂപ കൊടുത്ത് വഴിയെ കൂടെ പോകുന്ന കാവ്യവസ്ത്രധാരിയെ വിളിച്ചു വരുത്തിയിട്ടാ. മാത്രമല്ല സക്കീർ നായിക്ക് എന്ത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും സക്കീർ നായിക്കിന്റെ പുറകെ പോകുന്ന മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്നു. ഗോക്കളെല്ലാം ബോധമില്ലാണ്ട് പോകുന്ന മുസ്ലിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സക്കീർ നായിക്കിനെ കൈകാര്യം ചെയ്യുക. അത് ഗോപാലേഷന്റെ ജോലിയല്ല. ഈ വേണ്ടാത്ത വിഡ്ഢിത്തരങ്ങളും
അപസ്വരങ്ങളും എല്ലാം പ്രചരിപ്പിച്ച് മുഹമ്മദ് നബിയെയും ഖുറാനെയും മക്കയെയും എല്ലാം മഹത്വപൂർണമാക്കാൻ ഹിന്ദുക്കളുടെ ഗ്രന്ഥം വേണം എന്ന പാപ്പരത്വം നിങ്ങൾ അവഹേളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, കർമ്മം ആരംഭിക്കുമ്പോൾ, കർമ്മത്തിൻ്റെ മധ്യത്തിൽ, കർമ്മത്തിൻ്റെ അവസാനത്തിൽ, കർമ്മത്തിൻ്റെ പരിണതഫലം വിശകലനം ചെയ്യുമ്പോൾ തിങ്കിങ് ഓഫ് ഡൂയിങ്, സ്റ്റാർട്ടിങ് ഡൂയിങ്, ഡ്യൂറിങ് ഡൂയിങ്, കംപ്ലീറ്റിംഗ് ഓഫ് ഡൂയിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡൂയിങ്, അത് ചെയ്യുമ്പോൾ നിങ്ങൾ അല്പമെങ്കിലും തലയ്ക്കകത്ത് ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എന്തിനായി ഹിന്ദു മതത്തെ കൂട്ടുപിടിച്ച് പ്രവാചകനെയും ഈ ഖുറാനും ഈ മക്കയും ഇത്രയും വിപുലീകരിച്ച് മഹത്വവൽക്കരിക്കുന്നത് എന്തിനാ? അവനവനിൽ ഒന്നുമില്ലെങ്കിലേ മറ്റുള്ളവൻ്റെ കൊട്ടേഷൻ എടുത്ത് അവനവൻ മഹത്വവൽക്കരിക്കേണ്ടി വരുള്ളൂ. ഗോപാലകൃഷ്ണൻ ഗ്രേറ്റ് ആണെന്ന് രാജാജി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാൽ നിങ്ങൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് പറയുക? ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല, അത് തന്നെയാന്ന് പറയും. അവനവനെയും അവനവൻ എഴുതിയ പുസ്തകത്തെയും അവനവൻ ആരാധിക്കുന്ന ഈശ്വരനെയും അവനവൻ ഫോളോ ചെയ്യുന്ന ഋഷിവര്യനെയും മഹത്വവൽക്കരിക്കാൻ മറ്റുള്ളവരുടെ കൊട്ടേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ അഭിപ്രായം എടുത്ത് ഇതിനെ ന്യായീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സക്കീർ നായിക്കിന് മറുപടി കൊടുക്കേണ്ടത് ഗോപാലകൃഷ്ണനല്ല. സക്കീർ നായിക്കിന് മറുപടി കൊടുക്കേണ്ടത് ഇസ്ലാം മതത്തിലെ നല്ല ബുദ്ധിയും യുക്തിയും ശാസ്ത്രബോധവുമുള്ള മുസ്ലിങ്ങളാണ്. ഇയാൾ ഈ രാത്രിയും പകലും ഓരോരുത്തരുടെ മുമ്പിൽ വിളിച്ചു പോകുന്നതിന് മറുപടി കൊടുക്കാൻ ഞാൻ ഇറങ്ങിയാൽ അയാൾ മരിക്കുന്നത് വരെ റോഡ് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് മറുപടി കൊടുക്കാനേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇനി സക്കീർ നായിക്കെന്നല്ല, ഈ ലോകത്തിലെ ആരും ഇനി വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മഹത്വപൂർണമായിട്ടുള്ള മുഹമ്മദ് നബിയുടെ സന്ദേശം കൊടുക്കുന്നു എന്ന് സക്കീർ നായിക്ക് പറഞ്ഞു. ഈ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അതും പവിത്ര ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞതിനാ മുസ്ലിം തീവ്രവാദികൾ മൗലവിയെ കൊന്നത്. ഒരു മൗലവി വധക്കേസ് ഇന്നും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. എന്താ കാരണം? അദ്ദേഹം ഹിന്ദു ഗ്രന്ഥങ്ങൾ മഹത്വമേറിയതാണ്, എല്ലാ മതങ്ങളും പറയുന്ന അവരുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ മഹത്വമേറിയതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഗ്രന്ഥങ്ങൾ വായിച്ചാലും സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞതിനാണ് മൗലവിയെ കൊന്നത്. മൗലവി വധക്കേസ് ഇന്നും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. അപ്പൊ ഈ ഗ്രന്ഥങ്ങളെല്ലാം മഹത്വമേറിയതാണെന്ന് പറഞ്ഞ ഒരാളെ കൊന്നു. മറ്റൊരാള് ഈ ഗ്രന്ഥത്തില് പ്രവാചകനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ ഗ്രന്ഥം മഹത്വമേറിയതായതുകൊണ്ട് ഇസ്ലാമും മഹത്വമേറിയതാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളെ ഞാൻ വെല്ലുവിളിക്കാൻ നടക്കണോ, നിങ്ങൾ കറക്റ്റ് ചെയ്യണോ, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം.